നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിൾസ് അതിലെ 28, 29 പേജുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പേജ് നമ്പർ 28 ക്വസ്റ്റ്യൻ ആണത്. ദ ഗ്രീൻ ലൈൻസ് ഇൻ ദ പിക്ചർ ബിലോ ആർ പാരലൽ ആൻഡ് ഓഫ് ദ സെയിം ലെങ്ത്. One is drawn from the end of the horizontal blue line and the other is drawn from the midpoint of the blue line. Are the lengths of the red lines in the picture equal? Why? Are the red lines parallel? അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഗ്രീൻ ലൈൻ രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ലൈനും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഗ്രീൻ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ എൻ പോയിന്റിൽ നിന്നാണ്, ഈ ബ്ലൂ ലൈൻ്റെ. അതുപോലെ രണ്ടാമത്തെ ഗ്രീൻ ലൈൻ ഇതിൻ്റെ മിഡ് പോയിന്റിൽ നിന്നാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസും സെയിം ആണ്. അതായത് ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് ആണ് ഇത്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. അതുപോലെ ഈ ഗ്രീൻ ലൈൻ രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഈ റെഡ് ലൈൻ ഈക്വൽ ആണോ, അതുപോലെ ഈ റെഡ് ലൈൻസ് പാരലൽ ആണോന്നും, റെഡ് ലൈൻസ് ഈക്വൽ ആണോന്നും റെഡ് ലൈൻസ് പാരലൽ ആണോന്നുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിന് പേര് കൊടുക്കാം. എ, ബി, സി, ഡി, ഇ. ഇനി ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് ഈ റെഡ് ലൈൻസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പം കൺസിഡർ ട്രയാങ്കിൾ എ ബി ഇ ആൻഡ് ട്രയാങ്കിൾ ബി സി ഡി. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളതാണ് എ ഇ ഈക്വൽസ് ബി ഡി, ഗ്രീൻ ലൈൻസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എ ബി ഈക്വൽസ് ബി സി, അതും ഗിവൺ ആണ്, ഇത് മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്, ഇനി ഇതിനിടയിൽ വരുന്ന ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമ്മൾക്ക് ഏത് റൂൾ വെച്ചിട്ട്, സൈഡ് ആംഗിൾ സൈഡ് വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം അല്ലേ? നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? SSS, ASA, പിന്നെ SAS. അതിലിവിടെ വരുന്നത് സൈഡ് ആംഗിൾ സൈഡ്, അത് വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് തെളിയിക്കണം. In triangle AEB and triangle BDC. AE equals BD. Side AE equals BD. Reason എന്താണ്? Given. ഗ്രീൻ ലൈൻസ് ഈക്വൽ ആണെന്ന് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട്. അതുപോലെ എ ബി ഈക്വൽസ് ബി സി, കാരണം എന്താണ്? ബി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. എ ബി ഈക്വൽ ബി സി, അതിൻ്റെ റീസൺ എന്താണ്? ബി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. ഇപ്പം രണ്ടാമത്തെ കാര്യമായി. ഇനി ഈ ആംഗിളും ഈക്വൽ ആണോ നോക്കൂ. ഇവിടെ എ ഇയും ബി ഡിയും പാരലൽ ലൈൻസ് ആണ് നമ്മുടെ പ്രോബ്ലത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പാരലൽ ലൈനെ കട്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണല്ലോ ഈ എ സി. അപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലോ. എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ്. അതായത് ഇതൊരു ലൈൻ ഇതിനെ കട്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. എന്താണ് അതിനെ പറയുന്നത്? കറസ്പോണ്ടിങ് ആംഗിൾസ്. അതേപോലെ ഇതിപ്പോൾ എ ഇയും ഇത് ബി ഡിയും ആണെന്ന് സങ്കല്പിക്കുക. അതുപോലെ ഇത് എ സിയും ആണ്. എ ഇ ബി ഡി. അപ്പോൾ ഇവിടെ വരുന്ന ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ്. അത് നമുക്ക് എന്തെഴുതാം? ആംഗിൾ EAB equal to angle DBC. Angle
EAB equal angle DBC, corresponding angles. അപ്പോൾ ഇവിടെ രണ്ട് സൈഡും ഒരാംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. Therefore, these two triangles are equal triangles. Therefore, triangle AEB and triangle BDC are equal triangles. എന്താണ് ഇവിടെ റീസൺ? ടു രണ്ട് സൈഡും ഒരു ആംഗിളും, അതായത് SAS വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്. ഇനി ബി ഈക്വൽസ് സി ഡി എന്ന് പറഞ്ഞൂടെ? കാരണം ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണിത്, ഇതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണിത്. അപ്പോൾ സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Therefore, ബി ഈക്വൽസ് സി ഡി. ഈ റെഡ് ലൈൻസ് ഈക്വൽ ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട്. Therefore, സൈഡ് ബി ഈക്വൽ സൈഡ് സി ഡി. റീസൺ എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. ഇത് ചോദിച്ചിരുന്നത് റെഡ് ലൈൻസ്. ദാറ്റ് ഈസ് റെഡ് ലൈൻസ് ആർ പാരലൽ ലൈൻസ്. Red lines are parallel, sorry, equal. Red lines are equal. അപ്പോൾ ഇത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, ഇത് പാരലൽ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് ലൈൻസും പാരലൽ ആണെങ്കിൽ എങ്ങനെ ഇത് പാരലൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി ഈ റെഡ് ലൈൻസ് പാരലൽ ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ഇത് നോക്കി, ഈ ആംഗിൾ, ഈ രണ്ട് ആംഗിളും ഈ ട്രയാങ്കിളിൽ ഈ രണ്ട് ആംഗിളും ഈക്വൽ അല്ലേ? കാരണം ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് അല്ലേ? ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് പ്രൂവ് ചെയ്ത്. അതിൽ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കുമല്ലോ. ഇനി ഈ ആംഗിൾസ് നോക്കിയേ, ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ? ഈ രണ്ട് ലൈനെയും കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് AC. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വന്നാൽ ഈ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. അതായത് ഇത് ബി, അതുപോലെ ഇത് CD, ഇതിന് കട്ട് ചെയ്ത് വരുന്ന ലൈനാണ് AC. അപ്പോൾ ഈ ആംഗിളും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇത് ഈക്വൽ ആവണമെങ്കിൽ ഈ രണ്ട് ലൈനും പാരലൽ ആയിരിക്കണം. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ രണ്ട് ലൈൻസും രണ്ട് രേഖകളും സമാന്തരങ്ങളായാലേ ഈ രണ്ട് കോണുകളും തുല്യമാവുകയുള്ളൂ. ഇവിടെ എന്തെഴുതാം? ആംഗിൾ ABE, ആംഗിൾ ABE ഈക്വൽ, ഈ ആംഗിൾ എന്താണ്? ഒന്നുകിൽ ആംഗിൾ സി എന്ന് പറയാം, അല്ലെങ്കിൽ ആംഗിൾ BCD എന്ന് പറയാം. ആംഗിൾ BCD ഇത് രണ്ടും ഈക്വൽ ആണ്. ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അത് നമ്മൾ പ്രൂവ് ചെയ്ത്. ഈ രണ്ട് ആംഗിളും എങ്ങനെ വരും? എന്ത് ആംഗിൾസ് ആണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇതെന്താണ് വരുന്നത്? മീൻസ് ദേ ആർ corresponding angles. Therefore, BE parallel DC. Therefore, BE and CD are parallel. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് റെഡ് ലൈനും പാരലൽ ആയിരിക്കും. ബി പാരലൽ CD.
അതിൻ്റെ പ്രൂഫായില്ലേ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്, ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്, ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്നുള്ളത് വെച്ചിട്ട്. ഈ രണ്ട് ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവണമെങ്കിൽ ഈ രണ്ട് ലൈനും പാരലൽ ആയിരിക്കണം. Therefore, red lines are parallel. Red lines are parallel lines. Is the quadrilateral below a parallelogram Y? ഈ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ ഒരു പാരലോഗ്രാം ആണോ, ആണെങ്കിൽ എന്തുകൊണ്ട്? അതായത് ഈ ചതുർഭുജം ഒരു സാമാന്തരികമാണോ, സാമാന്തരികമാണെങ്കിൽ എന്തുകൊണ്ട്? അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഒരു പാരലോഗ്രാം, ഒരു ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാം ആവണമെങ്കിൽ എന്തൊക്കെ വേണം? അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം ആൻഡ് പാരലും ആയിരിക്കണം. ഒരു സാമാന്തരികത്തിൻ്റെ എതിർവശങ്ങൾ തുല്യവും സമാന്തരവും ആയിരിക്കണം. അപ്പോൾ അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഈ ക്വാഡ്രിലാറ്ററൽ നമുക്ക് പേര് കൊടുക്കാം. എ ബി സി ഡി. ഇനി ഇവിടെ ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. അതുപോലെ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് ഗിവൺ ആണ്. ഇനി ഈ രണ്ട് സൈഡും പാരലൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്തിട്ട് ആ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം വേണ്ടത് ആദ്യം. എന്നിട്ട് അതിൽ നിന്ന് ഈ രണ്ട് സൈഡ്സും പാരലൽ ആണെന്ന് നോക്ക്. ഈ ആംഗിളും ഈക്വൽ ആണ്. ഈ രണ്ട് ലൈനിൻ്റെയും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിട്ടാണ് ഇത് വരുന്നത്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ സൈഡ്സ് പാരലൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടില്ലേ? അതായത് ഇതിപ്പോൾ എ ഡി, ഈ സൈഡ് ബി സി, ഇതിനെ കട്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഇത് എ സി. അപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ രണ്ട് ലൈനെയും കട്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് പ്രൂവ് ചെയ്താൽ മതി. അത് പ്രൂവ് ചെയ്താൽ ഈ സൈഡ്സ് പാരലൽ ആണെന്ന് നമുക്ക് പറയാം. നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ഡി എ സിയും ട്രയാങ്കിൾ ബി സി എയും. In triangle DAC and BCA, ഈ രണ്ട് ട്രയാങ്കിൾ, ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണെന്ന് ഗിവൺ തന്നിട്ടുണ്ട്. DA ഈക്വൽ BC, അതെന്താണ് ഗിവൺ, നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളതാണ് 4 സെൻറ്റിമീറ്ററിന്. പിന്നെ ഇത് നോക്കൂ, ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള സൈഡല്ലേ AC ഈക്വൽ CA. AC എന്നും പറയാം, ഞാൻ ആ ഓർഡർ അനുസരിച്ച് എഴുതിയാണ്. AC is equal to CA. ഇതെന്താണ് കോമൺ സൈഡ്, പൊതുവശം, രണ്ട് ത്രികോണങ്ങൾക്ക് പൊതുവായിട്ടുള്ള വശം. പിന്നെ എന്താണ്, ഈ ആംഗിളും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ DAC ഈക്വൽ ആംഗിൾ BCA. ഇതും എന്താണ്, ദിസ് ഈക്വൽ ടു 35 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നോക്ക്, രണ്ട് സൈഡും ഒരു ആംഗിളും, അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും അതുപോലെ അത് വരുന്ന ആംഗിളും, ഇവിടെ അതുപോലെ ഈ സൈഡും അത് വരുന്ന ആംഗിളും രണ്ടും തുല്യമാണെന്ന് പ്രൂവ് ചെയ്തു. ഇവിടെ ആംഗിൾ DAC ആൻഡ് ആംഗിൾ BCA രണ്ടും തുല്യമാണ്. അതായത് അത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് തുല്യമായാൽ അതിൻ്റെ സൈഡ്സ് ADയും BCയും പാരലലാണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് ചതുർഭുജം ABCDയുടെ ഒരു ജോഡി എതിർവശങ്ങളായ ADയും BCയും സമാന്തരങ്ങളാണെന്ന് നമ്മളിവിടെ തെളിയിച്ചു. അതായത് സൈഡ് നമ്മൾ പഠിച്ചില്ലേ,
SAS. Therefore, triangle DAC and triangle BCA are equal. ഇനി ഈ രണ്ട് സൈഡും നോക്കുക. AB-യും CD-യും ഈക്വൽ അല്ലേ? എന്താണ്? ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത്. അപ്പം ഈ DC എന്ന് പറയുന്നത് ഈ 35 ഡിഗ്രിക്ക് ഓപ്പോസിറ്റും അതുപോലെ AB എന്ന് പറയുന്നത് ഈ 35 ഡിഗ്രിക്കും ഓപ്പോസിറ്റ് വരുന്നതാണ്. അപ്പം സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ, ആംഗിൾസ് ആർ ഈക്വൽ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പം അതുകൊണ്ട് ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാം. അതായത് സൈഡ് DC ഈക്വൽ AB. എന്താണ് റീസൺ? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. DC is equal to AB. അപ്പം DC-യും AB-യും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്. ഇനി ഈ ആംഗിൾ നോക്കിയേ. ഈ ട്രയാങ്കിളിൽ ഈ ആംഗിൾ അത് ഈ 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് അല്ലേ? ഈ ആംഗിൾ. അതുപോലെ ഈ ട്രയാങ്കിളിൽ ഈ ആംഗിൾ നോക്കിയേ, അത് ഈ 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്നതാണ്. അപ്പൊ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചല്ല. കാരണം ഇത് ഈക്വൽ ട്രയാങ്കിൾസും ആണ്. അപ്പൊ ഈ ADക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതാണ്, ഈ ആംഗിൾ. ഈ ആംഗിൾ എന്താണ്? ആംഗിൾ ACD. അതെന്തിന് ഈക്വൽ ആവും? ഇവിടെ 4 സെന്റിമീറ്റർ ഇതാണ്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈ ആംഗിൾ ആണ്. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്ത് വരും? BAC. ആംഗിൾ DCA. ആംഗിൾ DCA ഈക്വൽ ആംഗിൾ BAC. ഇതെന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. ആംഗിൾ DCA is equal to ആംഗിൾ BAC, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. ഇനി ഈ DCA ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും BACയും ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ? അതായത് ഈ രണ്ട് ലൈനെയും ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആംഗിളാണ്. അതായത് നമുക്ക് ഇവിടെ ഒന്ന് വരച്ച് നോക്കാം. അപ്പൊ DC ഇത് DCയും ഈ സൈഡ് ABയും ആണ്. ഈ ആംഗിളും ഈ ആംഗിളും ഈ രണ്ട് ലൈനെയും കട്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനാണ് ഇത്. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ ലൈൻസ് പാരലൽ ആയിരിക്കും. ഈ DCA ആൻഡ് BAC എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ആംഗിൾ DCA and angle BAC are alternate angles. Alternate angles equal ആയാൽ സൈഡ്സ് പാരലൽ ആണെന്ന് പറയാം. Therefore, DC parallel AB. ഈ സൈഡ്സ് ഈക്വൽ ആണെന്ന് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്ത്, അതുപോലെ പാരലൽ ആണെന്ന് ഇവിടെ പ്രൂവ് ചെയ്ത്. അപ്പൊ ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നും പാരലൽ ആണെന്നും പ്രൂവ് ചെയ്ത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? therefore this quadrilateral is parallelogram. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചതുർഭുജത്തിൻ്റെ രണ്ട് ജോഡി എതിർവശങ്ങളും തുല്യമാണെന്നും സമാന്തരങ്ങളാണെന്നും നമ്മൾ തെളിയിച്ചു. അതുകൊണ്ട് തന്നെ ഈ ചതുർഭുജം ഒരു സാമാന്തരികമാണ്. That is therefore the quadrilateral is a parallelogram since its opposite sides are equal and parallel. Question number 3. In the figure below, the lines AB and CD are parallel. M is the midpoint of AB. Are the quadrilaterals AMCD and MBCD parallelogram? Why? Calculate all the angles of the triangles AMD, MBC and DCM.
ഇവിടെ എ ബിയും സി ഡിയും പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡി സി 3 സെന്റിമീറ്ററും എ ബി 6 സെന്റിമീറ്ററും അതുപോലെ ഈ ആംഗിൾ എ 40 ഡിഗ്രി ആംഗിൾ ബി 60 ഡിഗ്രി എം എ ബിയുടെ മിഡ് പോയിന്റ് ആണെന്നും തന്നിട്ടുണ്ട്. ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ക്വാഡ്രിലാറ്ററൽ എ എം സി ഡി അത് ഒരു പാരലോഗ്രാം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ ക്വാഡ്രിലാറ്ററൽ എം ബി സി ഡി ഒരു പാരലോഗ്രാം ആണോ, എന്തുകൊണ്ട്? അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് തെളിയിക്കേണ്ടത്? അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നും പാരലൽ ആണെന്നും തെളിയിക്കണം. അപ്പം നമുക്കിവിടെ ആദ്യം ഈ ക്വാഡ്രിലാറ്ററൽ എടുക്കാം, എ എം സി ഡി എന്നുള്ള ക്വാഡ്രിലാറ്ററൽ. ഇതിൽ എം എ ബിയുടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ എ എം എന്തായിരിക്കും? ഇത് എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം എം ഇതിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പം ഇത് 3 സെന്റിമീറ്റർ ആയിരിക്കും, ഇതും 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പം ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. ഇനി ഈ രണ്ട് സൈഡും പാരലൽ ആണെന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എ ബിയും സി ഡിയും പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈക്വൽ ആണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് സൈഡും ഈക്വൽ ആൻഡ് പാരലൽ എന്നുള്ള കണ്ടീഷൻ ഓക്കെ ആയി. ഇനി എന്ത് വേണം? ഇനി ഈ ക്വാഡ്രിലാറ്ററിന്റെ അടുത്ത രണ്ട് സൈഡ്സ് ഏതൊക്കെയാണ്? ഈ എം സിയും എ ഡിയും. അത് രണ്ടും ഈക്വൽ ആണെന്നും അത് രണ്ടും പാരലൽ ആണെന്നും പ്രൂവ് ചെയ്താൽ ഈ ക്വാഡ്രിലാറ്ററിലെ എ എം സി ഡി ഈസ് എ പാരലോഗ്രാം. അപ്പോൾ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്നും പാരലൽ ആണെന്നും പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്താൽ അതിൻ്റെ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾസ് ട്രയാങ്കിൾ എ എം ഡിയും ഈ ട്രയാങ്കിൾ സി ഡി എമ്മും, ഈ രണ്ട് ട്രയാങ്കിളും എടുക്കാം. അതിൽ ഇത് കോമൺ സൈഡായിട്ട് വരും. അതുപോലെ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്, 3 സെന്റിമീറ്റർ ആണ്. പിന്നെ അപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് വന്നു. ഇനി അതിനിടയിലുള്ള ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പറയാം. അതായത് രണ്ട് സൈഡും ഒരാംഗിളും നമ്മൾ പഠിച്ചില്ലേ, SAS സൈഡ് ആംഗിൾ സൈഡ്. കൺസിഡർ ട്രയാങ്കിൾ AMD. Triangle AMD and triangle CDM. ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് AM is equal to CD. AM സൈഡ് AM is equal to CD. അത് 3 സെന്റിമീറ്റർ ഗിവൺ തന്നിട്ടുള്ളതാണ്, ഗിവൺ. അതുപോലെ DM രണ്ടിനും കോമൺ ആയിട്ടുള്ളതാണ്. DM ഈക്വൽസ് DM കോമൺ സൈഡ് അല്ലെങ്കിൽ പൊതുവശം. കോമൺ സൈഡ്. അപ്പോൾ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് ഈ സൈഡും അതുപോലെ ഈ സൈഡ് കോമൺ ആയിട്ട്. ഇനി അതിനിടയിൽ വരുന്ന ആംഗിൾ ഏതാണ്? ഈ ആംഗിളാണ്. ഈ ആംഗിളും കൂടെ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ ബൈ SAS വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് ട്രയാംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇത് ഈക്വൽ അല്ലേ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഈ AMഉം ഈ CDയും പാരലൽ ലൈൻസ് ആണ്. അത് ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ലൈനും പാരലൽ ലൈൻസ് ആണ്. ആ പാരലൽ ലൈനെ കട്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഇത്. അപ്പോൾ ഈ ഉണ്ടാവുന്ന ഈ രണ്ട് ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. പാരലൽ ലൈനും ആണ്. അപ്പോൾ ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസും ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഇത് രണ്ട് പാരലൽ ലൈൻ, അതിനെ കട്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഇത്. രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുമ്പോഴുണ്ടാവുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഈ ആംഗിൾ AMD ഈക്വൽ ആംഗിൾ CDM. റീസൺ എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ആംഗിൾ AMD ഈക്വൽ ആംഗിൾ CDM. റീസൺ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഇത് രണ്ടും പാരലൽ ആണ് തന്നിട്ടുണ്ട് അല്ലേ? ആൻഡ്
AM parallel to CD or DC. ഈ രണ്ടിലും ലൈനും പാരലൽ ആയതുകൊണ്ട് തന്നെ ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് സൈഡും ഒരാംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്. അപ്പോൾ therefore ഈ രണ്ട് ട്രയാംഗിളും ഈക്വൽ ട്രയാംഗിൾസ് ആണ്. therefore ട്രയാംഗിൾ AMD and triangle CDM are equal. അപ്പോൾ ഇവിടെ ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടി AM പാരലൽ CD എന്ന്. അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. AM പാരലൽ CD എന്നുള്ളത് ഗിവൺ ആണ്. അത് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണ്ടേ? ഈക്വൽ ആണെന്നും പാരലൽ ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ സൈഡ് എന്ന് പറയുന്നത് ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്, അതുപോലെ ഈ സൈഡ് എന്ന് പറയുന്നത് ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആയാൽ ഈ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഇതാണ്. അതുപോലെ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഇതാണല്ലേ, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഇതുമാണ്. അപ്പം നമുക്ക് പറയാമല്ലോ AD ഈക്വൽസ് MC. എന്താണ് റീസൺ? എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. AD ഈക്വൽ ടു MC. എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. അപ്പോൾ ADയും CMഉം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്. ഇനി ഇത് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണ്ടേ? പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ലൈനെയും കട്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഈ രണ്ട് ലൈനെയും കട്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ഏതാണ്? ADയും CMനെയും കട്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഏത്? DM. ഈ DM ഈ രണ്ട് ലൈനിലും ഇനി ഈ രണ്ട് ട്രയാങ്കിളിലും നോക്കിയേ, ഇത് 3 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ. അപ്പോൾ 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതല്ലേ, ഈ ആംഗിൾ. അതുപോലെ ഈ ട്രയാങ്കിൾ 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിന് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കൂലേ. അതായത് ആംഗിൾ ADMഉം ആംഗിൾ CMDയും ഈക്വൽ ആണ്. ഇത് രണ്ടും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയാൽ ആ ലൈൻസ് പാരലൽ ആയിരിക്കും. അതായത് ഈ രണ്ട് ലൈനെയും ഇവിടെ നോക്ക്, AD, ഇത് AD, ഇത് MC. ഇതിനെ കട്ട് ചെയ്യുന്ന ലൈനല്ലേ ഇത്. അപ്പോൾ അതിൻ്റെ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്. ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയാൽ ഈ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്കിവിടെ എന്തെഴുതാം? ആംഗിൾ ADM, ആംഗിൾ ADM ഈക്വൽ ടു ആംഗിൾ CMD. Therefore, side AD and MC are parallel. Therefore, AD parallel MC. Reason എന്താണ്? Angle ADM and ADM equals angle CMD. They are alternate angles. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്, അത് ഓൾട്ടർനേറ്റ് ആംഗിൾസും ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ സൈഡ്സ് പാരലൽ ആയിരിക്കും. അപ്പം ADയും MCയും ഈക്വൽ ആണെന്ന് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്ത്. അതുപോലെ ഇവിടെ നമ്മൾ ഇത് രണ്ടും പാരലൽ ആണെന്നും പ്രൂവ് ചെയ്ത്. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ
രണ്ട് പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്തു. therefore AMCD is a quadrilateral AMCD is a parallelogram. അതായത് ഈ ചതുർഭുജം AMCDയുടെ രണ്ട് ജോഡി എതിർവശങ്ങൾ തുല്യമാണെന്നും സമാന്തരങ്ങളാണെന്നും നമ്മളിവിടെ തെളിയിച്ചു. അതുകൊണ്ട് ചതുർഭുജം AMCD എന്താണ്? ഒരു സാമാന്തരികമാണ്. Opposite sides in quadrilateral എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. AMCD AM equal CD and AM parallel CD. അതുപോലെ AD equal MC and AD parallel MC. അതായത് രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നും പാരലൽ ആണെന്നും നമ്മൾ പ്രൂവ് ചെയ്ത്. therefore quadrilateral ABCD is a ABCD അല്ല, AMCD is a parallelogram. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ പിന്നെ നമുക്ക് ബാക്കി സ്റ്റെപ്പൊക്കെ വന്നോളും. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോൾ ഇത് ഈസി ആയിക്കോളും. ഇനി നമ്മൾ ഈ ക്വാഡ്രിലാറ്ററലാണ് എടുക്കുന്നത്. ക്വാഡ്രിലാറ്ററൽ MBCD. ഇതൊരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം. പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലും ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു ഓപ്പോസിറ്റ് സൈഡ്സ് MBയും DCയും ആണ്. അത് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്, അതുപോലെ പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സൈഡിൻ്റെ കണ്ടീഷൻ ഓക്കെയാണ്. പിന്നെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ MDയും BCയും ഈക്വൽ ആണെന്നും പാരലൽ ആണെന്നും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്ത് ആ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് ഈക്വൽ ആണെന്ന് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഈ രണ്ട് ട്രയാങ്കിളിലും ഈ സൈഡ് കോമൺ ആണല്ല, അത് ഓക്കെ. അതുപോലെ ഈ രണ്ട് സൈഡും 3 സെന്റിമീറ്റർ, അതും അറിയാം. ഇനി ഈ ആംഗിളും ഈ ആംഗിളും, അതായത് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ അല്ലേ? കാരണം ഇത് പാരലൽ ലൈനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അത് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇത് അതായത് സൈഡ് ആംഗിൾ സൈഡ് ആ തിയറം വെച്ച് വരും. SAS രണ്ട് ട്രയാങ്കിളിൻ്റെയും രണ്ട് സൈഡും അതിനുള്ളിൽ വരുന്ന ആംഗിളും ഈക്വൽ ആയിട്ട് വരും. അപ്പം അങ്ങനെ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ പിന്നെ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്നും ഈ രണ്ട് സൈഡും പാരലൽ ആണെന്നും പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. കൺസിഡർ ട്രയാങ്കിൾ DMC ആൻഡ് BMC. ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. DMC and triangle BMC. ഇവിടെ MB ഈക്വൽസ് DC 3 സെന്റിമീറ്റർ, അത് ഗിവൺ തന്നിട്ടുള്ളതാണ്. BM ഈക്വൽസ് DC. BM is equal DC is equal to 3 സെന്റിമീറ്റർ. അതുപോലെ പിന്നെന്താണ് തന്നിരിക്കുന്നത്? BM അത് രണ്ടിനും കോമൺ ആയിട്ടുള്ളത് MC ഈക്വൽ MC, അതെന്താണ്? കോമൺ സൈഡ്. അപ്പോൾ ഈ സൈഡും ഈ സൈഡും ഈ രണ്ട് സൈഡും കൂടി വരുന്ന ആംഗിൾ, ഈ ആംഗിൾ എന്താണ്? DCM ആംഗിൾ
DCM equal angle BMC ഈക്വൽ ആണ്. കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. DC പാരലൽ MB. പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാക്കുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് സൈഡും ഒരാംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്. Therefore, these two triangles are equal. Therefore, triangle DMC and triangle BMC are equal triangles. ഇനി ഈ രണ്ട് ഈക്വൽ ട്രയാങ്കിൾസിന്റെ ഈക്വൽ ആംഗിൾസ് ആണല്ലോ ഇത് രണ്ടും. അപ്പൊ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്, ഇതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് BC, ഇതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് MD. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. BC ഈക്വൽ MD. റീസൺ എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. BC ഈക്വൽസ് MD, സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. അപ്പോൾ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്. ഇനി പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താലും പറയാം. ഇനി ഇവിടെ ഈ ട്രയാങ്കിളിൽ നോക്കി, ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത്. അപ്പോൾ ഈ 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്? ഈ ആംഗിളാണ്. അതായത് ആംഗിൾ DMC. അതുപോലെ ഈ ട്രയാങ്കിളിൽ 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ഈ ആംഗിൾ എന്താണ്? BCM. അപ്പൊ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ DMC ഈക്വൽ ആംഗിൾ BCM. ആംഗിൾ DMC ഈക്വൽ ആംഗിൾ BCM. ഇത് രണ്ടും ഈക്വൽ ആണെന്ന്, അതായത് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ്. ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ? അതായത് ഈ ആംഗിളും ഈ ആംഗിളും എന്ന് പറയുന്നത് ഈ രണ്ട് ലൈനെയും കട്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഈ MC. DMനെയും BCയെയും കട്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനാണ് MC. അപ്പൊ ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയാൽ ഇത് രണ്ടും പാരലൽ ലൈൻ ആയിരിക്കും. They are alternate. They are alternate angles. Therefore, DM parallel BC. Therefore, DM parallel to BC. അപ്പം DMഉം BCയും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്തു. അതുപോലെ DMഉം BCയും ഈക്വൽ ആണെന്നും പ്രൂവ് ചെയ്ത്. നമ്മൾ നേരത്തെ ഇത് തിരിച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ. BCയും MDയും ഈക്വൽ ആണെന്നും പ്രൂവ് ചെയ്തു. അതുപോലെ BCയും MDയും പാരലൽ ആണെന്നും. ഇത് വേണമെങ്കിൽ ഇതേപോലെ നമുക്ക് എഴുതാം. MD പാരലൽ, ഈ എഴുതിയിരിക്കുന്ന പോലെ തന്നെ എഴുതാനാണ് കേട്ടോ. എങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. BC therefore BC പാരലൽ MD, അതായത് BC MDക്ക് ഈക്വൽ ആണെന്നും BC MDക്ക് പാരലൽ ആണെന്നും പ്രൂവ് ചെയ്തു. therefore quadrilateral MBCD is a parallelogram. Since BC equals MD and BC parallel to MD, so quadrilateral
MBCD is a parallelogram. Therefore, MB's quadrilateral MBCD is a parallelogram. Okay. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ 3 ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് കണ്ടുപിടിക്കാനാണ്. ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതൊരു പാരലോഗ്രാം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തല്ല. പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി. ഇത് 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇതൊരു പാരലോഗ്രാം ആണല്ലോ, AMCD. അപ്പോൾ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളല്ലേ ഈ ആംഗിൾ വരുന്നത്, ഇത് 40 ആയിരിക്കും. അത് കിട്ടി. ഇനി ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേ. ഇത് 60, ഇത് 40. ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം പ്രോപ്പർട്ടി അറിയാലോ, 3 ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ കിട്ടണമെങ്കിൽ ഈ 180 നിന്ന് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ മതി. അതായത് 150 നിന്ന് ഇത് 60, ഇത് 40, 100 മൈനസ് ചെയ്താൽ 150 100 മൈനസ് ചെയ്താൽ ഇതെന്തായിരിക്കും? 80 ഡിഗ്രി. ഇനി ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. നമുക്കറിയാം ഇത് പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇത് 40 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 40 ഡിഗ്രി. അതുപോലെ ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് 80 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 80. അല്ലാതെയും കണ്ടുപിടിക്കാം. ഇത് 60 കിട്ടി, ഇത് 40 കിട്ടി. 180 നിന്ന് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ ഇത് കിട്ടും. ഇനി ഈ ട്രയാങ്കിൾ നോക്കിയേ, ഇതും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് 60 ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 60. ഇനി ഈ ആംഗിൾ എന്തായിരിക്കും? 60 + 40 100, അപ്പോൾ 80. അല്ലാതെ പറയാം ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് 80 ഡിഗ്രി. ഇപ്പം ഈ 3 ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് നമുക്ക് കിട്ടിയില്ലേ? ഇനി അത് എങ്ങനെ എഴുതാം? ഇതാണ് നമുക്ക് ആദ്യം തന്നിരുന്നത് 60 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് ആംഗിൾ, ഈ പാരലോഗ്രാം കൺസിഡർ ചെയ്യുമ്പോൾ ആംഗിൾ ബി ഈക്വൽ, ഈ ആംഗിൾ എന്താണ്? ആംഗിൾ CDM. ആംഗിൾ CDM അതെത്രയാണ്? 60 ഡിഗ്രി. ആംഗിൾ ബി is equal to ആംഗിൾ CDM is equal to 60 ഡിഗ്രി. ആംഗിൾ A is equal to ആംഗിൾ DCM 40 ഡിഗ്രി. ഇതിൻ്റെ രണ്ടിൻ്റെ റീസൺ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലോഗ്രാം. Angle B is equal to angle CDM is equal to 60 degree. Reason and opposite angles of parallelogram. അതുപോലെ ഇതും angle A is equal to angle DCM 40 degree. ഈ ട്രയാങ്കിളിൽ, അതായത് ട്രയാങ്കിൾ DMCയിൽ ഈ ആംഗിൾ അറിയാം 60, ഈ ആംഗിൾ അറിയാം 40 ഡിഗ്രി. അപ്പോൾ പിന്നെ ഇതെന്തായിരിക്കും? 180 ഇത് രണ്ടും മൈനസ് ചെയ്താൽ മതി. 60 + 40 എന്താണ്? 100. അപ്പോൾ 180 100 മൈനസ് ചെയ്താൽ 80. അപ്പോൾ ഈ ആംഗിൾ 80 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൽ എല്ലാ 3 ആംഗിൾസും നമുക്ക് കിട്ടി. ഇനി ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ, ഈ ആംഗിളും. അപ്പോൾ ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി. ഇനി ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ 40, ഇവിടെ 60. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 100 കിട്ടും. 180 നിന്ന് 100 മൈനസ് ചെയ്താൽ 80. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 80 ഡിഗ്രി. ഇനി ഈ ട്രയാങ്കിൾ നോക്കാം. ഇതിപ്പോൾ ഈ 80 എന്നുള്ളത് നമുക്ക് അല്ലാതെയും കണ്ടുപിടിക്കാം. അതായത് ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇനി ഇപ്പം ഈ ട്രയാങ്കിളിൽ 3 ആംഗിൾസും കിട്ടി.
ഇനി ഈ ട്രയാങ്കിളിൽ 2 ആംഗിൾസ് ഉണ്ട്. ഇവിടെ ഒന്നുകിൽ ഇത് ടോട്ടൽ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇത് ടോട്ടൽ 180 ആണ്. അപ്പോൾ ഇവിടെ 80 + 60 140, 180 നിന്ന് 140 മൈനസ് ചെയ്താൽ 40. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 40. 40 60 100. അപ്പോൾ ഇത് എത്രയായിരിക്കും? 180 നിന്ന് 100 കുറച്ചാൽ പിന്നെ 80. ഡിഗ്രി. അപ്പം എല്ലാ ആംഗിൾസും കിട്ടിയില്ലേ? ഇനി നമുക്ക് ഓരോന്നിൻ്റെയും റീസൺ എഴുതാം. ഇപ്പം നമ്മൾ ഈ ആംഗിളിൻ്റെയും റീസണാണ് എഴുതിയത്, 60 ഡിഗ്രി 40 ഡിഗ്രി. പിന്നെ നമുക്ക് കിട്ടിയത് ഈ ട്രയാങ്കിളിൽ ഈ 60യും 40യും കിട്ടി. പിന്നെ ഈ ആംഗിൾ നമ്മൾ പിന്നീട് കണ്ടുപിടിച്ചതാണല്ലോ. അപ്പോൾ ആംഗിൾ DCM ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഈ ട്രയാങ്കിളിൽ ഇത് രണ്ടുമാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പം ഇൻ ട്രയാങ്കിൾ DMC ഈ ആംഗിളിന് എന്താ പറയുക? ആംഗിൾ DMC. ആംഗിൾ DMC is equal to 180 minus of 60 plus 40. അത് 180 minus 100, 80 ഡിഗ്രി. അതാണ് 80 കിട്ടിയത്. ഇനി നമ്മൾ ഈ ആംഗിൾ കണ്ടുപിടിച്ചത് എന്താണ്? പിന്നെ നമ്മൾ ഈ ആംഗിൾ, ഈ 60 എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഈ AMDയും CDMഉം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ AMD is equal to ഇതും ഓൾട്ടർനേറ്റ്. അപ്പോൾ ഇത് ആംഗിൾ CDM equal to 60 ഡിഗ്രി. ഇവിടെ നമുക്ക് എഴുതാം ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പോൾ ഈ 60 കിട്ടി. അപ്പോൾ ഇവിടെ 40 ഉണ്ട്, ഇവിടെ 60 ഉണ്ട്. ഇനി ഈ ട്രയാങ്കിളിൽ ഈ ആംഗിൾ എങ്ങനെയാണ് കാണുന്നത്? ആംഗിൾ സം പ്രോപ്പർട്ടി. ആംഗിൾ ADM is equal to 180 minus 40 plus 60, അതായത് 80 ഡിഗ്രി വരും. 80 ഡിഗ്രി. അപ്പോൾ ഈ ട്രയാങ്കിളിൽ 3 ആംഗിളുമായി. ഇനി നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ 60 ഉണ്ട്, ഇവിടുത്തെ ഈ 40 നമ്മൾ കണ്ടുപിടിക്കണം. ഈ 40 എങ്ങനെ കണ്ടുപിടിക്കാം? ഇതും ഓൾട്ടർനേറ്റ് ആണ്. ഇത് നമുക്കറിയാം. അപ്പോൾ ആംഗിൾ BMC is equal to ആംഗിൾ DCM is equal to 40 ഡിഗ്രി. റീസൺ എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പോൾ ഈ 2 ആംഗിളും കിട്ടി. പിന്നെ ഈ 80 കാണുന്നത്, അതായത് ആംഗിൾ MCB. ആംഗിൾ MCB is equal to 180 മൈനസ് ഈ 2 ആംഗിൾ 40 plus 60. 180 മൈനസ് 100, അതായത് എന്ത് വരും? 180 മൈനസ് 100, 80 ഡിഗ്രി. ഇപ്പം എല്ലാ ആംഗിളും ആയി അല്ലേ? 3 ട്രയാങ്കിളിൻ്റെയും എല്ലാ ആംഗിൾസും ആയി. ഇനി ഓരോ ട്രയാങ്കിളിൻ്റെയും ആംഗിൾസ് എടുത്തെഴുതാം. ഇൻ ട്രയാങ്കിൾ ADM ആംഗിൾ A is equal to ആംഗിൾ ADM കിട്ടി. അതുപോലെ ആംഗിൾ AMD. അത് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് എടുത്തെഴുതാം. ഈ ട്രയാങ്കിൾ ആദ്യം ADM. ഇൻ ട്രയാങ്കിൾ
ADM. Angle A is equal to 40 degree. Angle ADM is equal to 80 degree. Angle AMD. Angle AMD is equal to 60 degree. അടുത്ത ട്രയാങ്കിൾ ഇത് ആംഗിൾ DMC or angle MDC. In triangle MDC, angle MDC. MDC is equal to 80 degree. Angle DCM is equal to 40 degree. And ഈ ആംഗിളിനെ DMC. Angle DMC is equal to 80 degree. അടുത്ത ട്രയാങ്കിൾ ഇത്. ഇൻ ട്രയാങ്കിൾ MCB. മൂന്നാമത്തെ ട്രയാങ്കിൾ MCB, ആംഗിൾ BMC 40 degree. ആംഗിൾ MCB 80 degree. ആംഗിൾ CBM ഓർ ആംഗിൾ B എന്ന് പറയാം. ഇതിപ്പോൾ വേറെ ഒന്നുമില്ല, ഒറ്റ ആംഗിളായിട്ട് നിൽക്കുന്നില്ല. ആംഗിൾ B is equal to 60 degree. എല്ലാ ആംഗിൾസുമായി 3 ട്രയാങ്കിളിൻ്റെയും എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചു. Question number 4. In the picture, O is the center of the circle and A, B, C, D are points on the circle. Are the line AB and CD equal? Why? നാലാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു സർക്കിളിൽ 4 പോയിന്റ്സ് ആണ് ABCD. അതുപോലെ സെൻറ്റർ O ആണ്. ഈ 2 ആംഗിൾസ് 80 ഡിഗ്രി. ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആർ ദ ലൈൻസ് AB ആൻഡ് CD ഈക്വൽ. ഈ ABയും CDയും ഈക്വൽ ആണോ? എന്തുകൊണ്ട്? അപ്പം നമുക്കത് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്താൽ ABയും CDയും ഈക്വൽ ആണെന്ന് പറയാം, അല്ലേ? അപ്പം നമ്മൾ ഈ 2 ട്രയാങ്കിൾസും കൺസിഡർ ചെയ്യുമ്പോൾ നോക്കി, ഈ സൈഡ് ഈ AO ഓർ OA, OD, OC, OB ഇതെന്നൊക്കെ പറഞ്ഞാൽ റേഡിയസ് അല്ലേ? ഈ സർക്കിളിന് റേഡിയസ് അല്ലെങ്കിൽ ആരങ്ങളല്ലേ? അപ്പം അതെല്ലാം തുല്യമായിരിക്കും, അല്ലേ? ഈ OA, OD, OC, OB എല്ലാം തുല്യമായിരിക്കും. അതുപോലെ ഈ 2 ആംഗിൾസ് തന്നിട്ടുണ്ട് 80 ഡിഗ്രി. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും, അല്ലേ? ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ സൈഡും അതിൻ്റെ ഈ സൈഡും ഈക്വൽ ആണ്, ഈ സൈഡും ഈക്വൽ ആണ്, അതിനിടയിൽ വരുന്ന ആംഗിളും ഈക്വൽ ആണ്. അപ്പം നമ്മൾ പഠിച്ചത് വെച്ചിട്ട് 2 ട്രയാങ്കിൾസ് ഈക്വൽ ആവണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ സൈഡ് പഠിച്ചു, ആംഗിൾ പഠിച്ചു. അതുപോലെ പിന്നെ നമ്മൾ പഠിച്ചത് SAS. അപ്പോൾ ഇവിടെ വരുന്നത് ഏതാണ്? SAS അല്ലേ? സൈഡ് ആംഗിൾ സൈഡ്, അല്ലേ? സൈഡ് ആംഗിൾ സൈഡ്. അപ്പോൾ അത് വെച്ചിട്ട് ഈ 2 ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഈ 2 ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ DOC. In triangle AOB and triangle DOC, AO equals DO. Side AO equals DO. അതുപോലെ BO equals CO. ഇതിനെല്ലാം റീസൺ എന്താണ്? സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പം റേഡിയൈ ഓഫ് ദ സെയിം സർക്കിൾ. റീസൺ എഴുതാം. റേഡിയൈ ഓഫ് ദ സർക്കിൾ. ഇതിൻ്റെ റീസണും ഇത് തന്നെ സെയിം.
ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്, അത് ഗിവൺ ആണ്. ആംഗിൾ AOB ഈക്വൽസ് ആംഗിൾ DOC. അത് ഇതിൽ തന്നിട്ടുള്ളതാണ്, ഗിവൺ. ഇപ്പം രണ്ട് സൈഡും ഒരാംഗിളും വന്നു. Therefore ട്രയാങ്കിൾ AOB and triangle DOC are equal. ഏതാണ് ഇവിടെ വന്നിരിക്കുന്നത്? SAS. രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആയാൽ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കൂലേ? Therefore നമുക്ക് പറയാം AB ഈക്വൽ CD. റീസൺ എന്താണ്? 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സൈഡ്, രണ്ട് സൈഡ്സും വരുന്നത്. അപ്പം ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. Therefore AB equal to CD. റീസൺ എന്തെഴുതാം? sides opposite to equal angles. അപ്പം അതിൻ്റെ പ്രൂഫായി AB is equal to CD. Question number 5. In the picture, O is the center of the circle and A, B, C are points on the circle. Angle AOB and angle AOC are equal. Are the lines AB and AC equal? Why? ഇതിൽ പറഞ്ഞിരിക്കുന്നത് സർക്കിളിലെ 3 പോയിന്റ്സ് ആണ്, AB and C. അതുപോലെ ആംഗിൾസ് AOBയും AOCയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തെളിയിക്കേണ്ടത് ഈ ലൈൻസ് ABയും CDയും ABയും ACയും ഈക്വൽ ആണോ എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതെങ്ങനെ തെളിയിക്കും? ഈ ABയും ACയും വരുന്ന രണ്ട് ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ AOC. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് ABയും ACയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ AOC. വളരെ സിമ്പിൾ അല്ലേ? നമുക്കൊന്ന് പറയാം. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും എന്താണ്, ഈ സൈഡ് രണ്ടിനും കോമൺ ആണ്. അപ്പോൾ ഒരു കാര്യം കിട്ടി, കോമൺ സൈഡ് AO is equal to AO. അതുപോലെ OB is equal to OC എന്താണ്? സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം കിട്ടി. ഇനി ഇത് രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ആംഗിൾസ് ഈക്വൽ ആണെന്ന് ഈ ക്വസ്റ്റിന് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ 3 കണ്ടീഷൻസ് ആയില്ലേ? ഏതാണ് അവിടെ വരുന്ന റൂള്? SAS, സൈഡ് ആംഗിൾ സൈഡ്. അത് വെച്ചിട്ട് രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്. Therefore AB is equal to AC. കാരണം എന്താണ്? ഈക്വൽ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. In triangle AOB and triangle AOC. OA equals OA. Common side. കോമൺ സൈഡ്. അതുപോലെ OB is equal to OC. റേഡിയൈ ഓഫ് ദ സർക്കിൾ. ആംഗിൾ AOB ഈക്വൽസ് ആംഗിൾ AOC. given. Therefore, triangle AOB and triangle AOC are equal. ഏത് വെച്ചിട്ടാണെന്നുള്ളത്? ഏത് റൂളാണ് ഇവിടെ വരുന്നത്? SAS. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AB ഈക്വൽസ് AC. Therefore, AB ഈക്വൽസ് AC. റീസൺ എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾ.
ഓക്കെ, പ്രൂഫായില്ലേ? എളുപ്പമാണ്. ഈ പ്രോബ്ലംസെല്ലാം നമ്മൾ ഇതിന് മുന്നത്തെ ചെയ്തതും ഇതെല്ലാം ഒരേ ടൈപ്പാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് സർക്കിളിലെ 3 പോയിന്റ്സ് ആണ്, എ, ബി ആൻഡ് സി. അതുപോലെ ആംഗിൾസ് എ ഒ ബിയും എ ഒ സിയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തെളിയിക്കേണ്ടത് ഈ ലൈൻസ് എ ബിയും സി ഡിയും എ ബിയും എ സിയും ഈക്വൽ ആണോ എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതെങ്ങനെ തെളിയിക്കും? ഈ എ ബിയും എ സിയും വരുന്ന 2 ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ എ ഒ സി. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് എ ബിയും എ സിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ എ ഒ ബി ആൻഡ് ട്രയാങ്കിൾ എ ഒ സി. വളരെ സിമ്പിൾ അല്ലേ? നമുക്കൊന്ന് പറയാം. ഈ 2 ട്രയാങ്കിളിൻ്റെയും എന്താണ്, ഈ സൈഡ് രണ്ടിനും കോമൺ ആണ്. അപ്പോൾ ഒരു കാര്യം കിട്ടി, കോമൺ സൈഡ് എ ഒ ഇസ് ഈക്വൽ ടു എ ഒ. അതുപോലെ ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി എന്താണ്? സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം കിട്ടി. ഇനി ഇത് രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ആംഗിൾസ് ഈക്വൽ ആണെന്ന് ഈ ക്വസ്റ്റിന് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ 3 കണ്ടീഷൻസ് ആയില്ലേ? ഏതാണ് അവിടെ വരുന്ന റൂള്? SAS, സൈഡ് ആംഗിൾ സൈഡ്. അത് വെച്ചിട്ട് 2 ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്. ദെയർഫോർ എ ബി ഇസ് ഈക്വൽ ടു എ സി. കാരണം എന്താണ്? ഈക്വൽ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. In triangle AOB and triangle AOC. OA equals OA. Common side. കോമൺ സൈഡ്. അതുപോലെ ഒ ബി ഇസ് ഈക്വൽ ടു ഒ സി. റേഡിയൈ ഓഫ് ദ സർക്കിൾ. ആംഗിൾ എ ഒ ബി ഈക്വൽസ് ആംഗിൾ എ ഒ സി. given. Therefore, triangle AOB and triangle AOC are equal. ഏത് വെച്ചിട്ടാണെന്നുള്ളത്? ഏത് റൂളാണ് ഇവിടെ വരുന്നത്? SAS. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AB ഈക്വൽസ് AC. Therefore, AB ഈക്വൽസ് AC. റീസൺ എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾ. ഓക്കെ, പ്രൂഫായില്ലേ? എളുപ്പമാണ്. ഈ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഇതിന് മുന്നത്തെ ചെയ്തതും ഇതെല്ലാം ഒരേ ടൈപ്പാണ്.